എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ തുടങ്ങണമെന്നൊന്നും ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്നാണ്. നിങ്ങൾക്ക് എത്ര കിലോയാണോ വെയിറ്റ് ഉള്ളത് അതിൽ നിന്ന് ഞാൻ ഇനി ഒരു 100 ഗ്രാം പോലും കൂടത്തില്ലാന്ന് ആദ്യം മനസ്സിനെ പറഞ്ഞൊന്ന് ഉറപ്പ് വരുത്തുക. അതായത് ഇരിക്കുന്ന വെയിറ്റിൽ നിന്ന് ഞാനിനി കൂടത്തില്ലാന്നാണ് ആദ്യം നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത് 25 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ എന്ന കണക്കിന് നിങ്ങൾക്ക് എത്ര കിലോയാണോ വെയിറ്റ് ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം രാവിലെ തന്നെ ഒരു ബോട്ടിൽ എടുത്ത് വയ്ക്കുക. ഉറങ്ങുന്നതിന് മുന്നേ തന്നെ അത്രയും വെള്ളം കുടിച്ചു തീർക്കണം. അപ്പോൾ നമുക്ക് ഈ ഇടയ്ക്കുള്ള ക്രേവിങ്സ്, നമുക്ക് ആവശ്യമില്ലാത്തൊരു വിശപ്പിൻ്റെ തോന്നലൊക്കെ അങ്ങ് മാറിക്കിട്ടും. അടുത്തത്, നിങ്ങൾക്ക് ബർഗർ, പിസ്സയൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരുപാട് വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്യുക. ഉപയോഗിക്കുമ്പോൾ സോസിൻ്റെ അളവ് അല്പം ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് അപ്പോൾ അതിലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഈ പുറത്തു നിന്നൊക്കെ നമ്മൾ ഈ ഫുഡൊക്കെ മേടിക്കുമ്പോൾ അതിൽ ഒരുപാട് കാലറീസ് അടങ്ങിയിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എത്രത്തോളം സോസ് അല്ലെങ്കിൽ ചീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാലറീസിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ബേക്കറി ഐറ്റംസൊക്കെ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വേണത് ആ ഒരു ശീലം കുറച്ച് ദിവസത്തേക്ക് ആദ്യം നിർത്തണം. എന്നിട്ട് കുറേ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസൊക്കെ മേടിക്കുക. അപ്പോൾ നമുക്ക് വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ വിശപ്പ് തോന്നിയാൽ പോലും നമുക്ക് കഴിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കവർ ചിപ്സ് നിങ്ങൾ വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് ഞാൻ ഡയറ്റാണെന്ന് പറഞ്ഞാൽ എത്ര ദിവസം പിടിച്ച് നിൽക്കാൻ പറ്റും? ഉറപ്പായിട്ടും നമ്മൾ ആ ചിപ്സ് ഇനി നമുക്ക് ഈ ചിപ്സ് കഴിച്ചിട്ട് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാമെന്നൊരു തോന്നൽ അറിയാതെ മനസ്സിൽ നിന്ന് വരും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ, അതായത് നമുക്കേ അറിയാം അത് അൺഹെൽത്തിയാണ്, അങ്ങനെയുള്ളതൊക്കെ നമ്മളായിട്ട് മേടിച്ചുകൊണ്ട് വരാതിരിക്കുക. പകരം ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മളെ ഡയറ്റിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഉള്ളത്, നമ്മൾ കുറേ മീൽ പ്രിപ്പ് ചെയ്ത് വയ്ക്കുക. അതായത് ചിക്കൻ ഇപ്പോൾ മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാഗ്നേഷനൊക്കെ ചെയ്ത് 2-3 തരത്തിൽ ചെയ്തിട്ട് അത് ഫ്രിഡ്ജിൽ എപ്പോഴും വയ്ക്കുക. അതുപോലെ തന്നെ ചപ്പാത്തി ആയാലും നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതൊക്കെ എപ്പോഴും നമുക്ക് ഒരു റെഡിമെയ്ഡ് പോലെ നമ്മൾ ചെയ്തൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വർക്കിന് പോയിട്ടോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമുക്ക് ഒരു 10-15 മിനിറ്റിൽ ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ആപ്പ് വഴിയൊന്നും പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി മാറിക്കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ തന്നെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുക, വീട്ടിൽ ഇതൊക്കെ ഉണ്ടല്ലോ, വീട്ടിൽ പോയിട്ട് ഒരു 10 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ, നമുക്ക് റെഡിയാക്കാമല്ലോ എന്നൊരു തോന്നൽ വരും. പിന്നെ എരി, ഉപ്പ്, മുളക്, പഞ്ചസാരയുടെ അളവുകളും കുറച്ച് ഉപയോഗിക്കുക. കൂടുതലും വെജിറ്റബിൾസും പ്രോട്ടീനൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. ഇനി 1-ാം തീയതി ആവട്ടെ, 2-ാം തീയതി ആവട്ടെ, നാളെ ആവട്ടെ എന്ന് കാത്തിരിക്കാതെ നിങ്ങൾ കഴിക്കുന്ന അടുത്ത മീലോട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക.